വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് സ്റ്റ്യൂ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. പ്രഷർ കുക്കറിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇനി നമ്മളൊരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു 4 ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് പൊടിച്ചു വെച്ച കുരുമുളക് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 8 പച്ചമുളക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, പക്ഷേ ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരളവാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഒരു 8 പച്ചമുളക് തന്നെ, വലിയ പച്ചമുളക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ കഴുകി മാറ്റി വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ബീഫാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 300 ml, ഒരു കപ്പും കുറച്ചും, ഒരു 250 ml കപ്പും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് എത്രയാണോ വിസിലടിച്ചിട്ട് വേവാൻ ആവശ്യമുള്ള വിസിലടിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം നമുക്കൊരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അധികം മാഷ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. കൂടെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. ഏകദേശം ഒരു കൈപ്പിടി നിറയെ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഏകദേശം 500 ml. അഥവാ നിങ്ങൾ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് പാൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് നിറയെ തേങ്ങാപ്പാൽ, ഒരു 500 ml തേങ്ങാപ്പാൽ ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ്, ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റ്യൂ റെസിപ്പിയാണിത്. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എരിവൊക്കെ നോക്കി നിങ്ങൾക്ക് ഈ സമയത്ത് എരിവ് വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മൂടി അടച്ചിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ വെക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം.
ഗീ റൈസിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.